അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് ഞാൻ എൻ്റെ ദുആ ബക്കറ്റ് ലിസ്റ്റിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസും ഞാൻ പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പ്രാർത്ഥന അഥവാ ദുആ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ്. അള്ളാഹുവായിട്ട് അടുക്കാനുള്ള ഒരു മാർഗമാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മൾ നമ്മുടെ കൈകൾ ഉയർത്തുന്നത് നേരിട്ട് റബ്ബിലേക്കാണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, കോൾ അപ്പോൺ മീ ഐ വിൽ റെസ്പോണ്ട് യു. നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, തീർച്ചയായും ഞാൻ ഉത്തരം നൽകും. എത്ര വലിയ പ്രയാസമാണ് എന്നുള്ളത് ഒരു പ്രശ്നമല്ല. മറിച്ച് റബ്ബിന് വലുത് ചെറുത് എന്നൊന്നുമില്ല. നമുക്കാണ് വലിയ പ്രശ്നം, ചെറിയ പ്രശ്നം എന്നൊക്കെ ഉള്ളത്. റബ്ബിന് ഏതൊരു പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും സാധിക്കില്ല, അല്ലെങ്കിൽ കഴിയില്ല, നടക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ മാറ്റാൻ സാധിക്കും. അടഞ്ഞ വാതിലുകൾ എന്ന് നമുക്ക് തോന്നുന്നതാണ്. എന്നാൽ റബ്ബിലേക്കുള്ള വാതിൽ എപ്പോഴും തുറന്നു തന്നെ ഇരിക്കും. നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത അത്രയും ഐശ്വര്യം റബ്ബ് നമുക്ക് തരും. പെട്ടെന്ന് ചിലപ്പോൾ സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകിയേക്കാം. എന്നാലും എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുക, പ്രതീക്ഷയിലായിരിക്കുക. വിശ്വാസം എപ്പോഴും നിങ്ങളെക്കാൾ നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന റബ്ബിനോടായിരിക്കുക. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ നിമിഷം മതി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹൈറലായി, നമ്മുടെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ആവാൻ. ഇനി എൻ്റെ ദുആ ബക്കറ്റ് ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട്, ഒരു ചെറിയൊരു നോട്ട്ബുക്കാണ്, ചെറിയൊരു ഡെക്കറേഷനും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കോട്ട്സും ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് പേജിൽ. പിന്നെ അൽഹംദുലില്ലാ എന്നാണ് എന്ന കാര്യമാണ്, റബ്ബിന് നന്ദി. കാരണം ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ലൈൻ ശക്കർത്തും ലയസീദന്നക്കും, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ അധികരിപ്പിച്ച് തരും എന്നുള്ളത്. പിന്നെ എനിക്ക് ആവശ്യമുള്ള ദുആകളും അതിൽ ദുആ ഫത്തഹ് ഉണ്ട്, അതായത് വിജയത്തിനുള്ള ദുആ ഉണ്ട്, ആയത്തുൽ മുഹബ്ബത്ത് ഉണ്ട്, ഇണകൾ തമ്മിൽ സ്നേഹം ഉണ്ടാവാനുള്ള ദുആകൾ, മക്കൾ, നമ്മുടെ വീട്, ഇവയെ കൊണ്ടൊക്കെ നമുക്ക് കൺകുളിർമ ഉണ്ടാവാനുള്ള ദുആ ഉണ്ട്. ഒക്കെ എനിക്ക് ആവശ്യമുള്ള ദുആകളും, പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ദുആ ബക്കറ്റ് ലിസ്റ്റ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഓരോ ഹിൻസ് വെച്ചിട്ട് എന്തൊക്കെയാണോ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് ഒന്നും വിട്ടുപോകാതെ തന്നെ ഞാനെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദുആ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയത്. നമുക്ക് അതിൽ വേണമെങ്കിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ദുആ, നമ്മളൊരു ദിവസം അല്ലെങ്കിൽ ആ ഒരു മാസം ചൊല്ലാൻ ഉദ്ദേശിക്കുന്ന ദിക്റുകളും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയുന്നത്, ഒരിക്കലും നമ്മുടെ ദുനിയാവിലെ ആവശ്യങ്ങൾ തന്നെ ആദ്യം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യരുത്. ആദ്യം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആഖിറമാണ്. ആഖിറത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ദുആയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ച് തരാനും, നമ്മുടെ ഖബർ ജീവിതം സന്തോഷമാകാനും, സ്വർഗം നൽകാനും ഒക്കെ റബ്ബിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം, നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്തതിന് ശേഷമാണ് ദുആയിലേക്ക് കടക്കേണ്ടത്. പിന്നെ നമുക്ക് എന്താവശ്യം ഉണ്ടായാലും, ഇപ്പോൾ ഈ ഒരു മാസം നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് ആ ഒരു ദുആ ബക്കറ്റ് ലിസ്റ്റിലായി നമ്മൾ എഴുതി അതിൽ കൂടുതൽ ചേർക്കുക. എന്നിട്ട് അതിനു വേണ്ടി ദുആ ചെയ്യുക. നമുക്ക് എപ്പോഴും വേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും, അത് ഇതിൽ എഴുതാം. നമുക്ക് ഓരോ മാസവും നമ്മൾ അച്ചീവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളുണ്ടാകാം, അതും അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തീർച്ചയായിട്ടും നമ്മുടെ ദുആക്ക് ഉത്തരം നൽകും. ഒത്തിരി സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.